Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Okay. അപ്പോൾ നമ്മളുടെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഔട്ട് പേഷ്യന്റിലാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ഔട്ട് പേഷ്യന്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻപേഷ്യന്റ് എടുക്കുന്നത്. ഓക്കെ. അപ്പോ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ട്രോമ കെയർ. ഓക്കെ, ഇത് എവിടെയാണ് പഠിച്ചത്? ട്രോമ കെയർ നമ്മളുടെ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നോ? ട്രോമ ഡൗട്ട് ചോദിച്ചാണോ? ട്രോമ ചോദിച്ചാൽ പോയോ? ഇന്നലെ കണ്ടു ഹോസ്പിറ്റലിൽ. ട്രോമ പേഷ്യൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വലിയ വീഴ്ചകളോ ആഘാതങ്ങളൊക്കെ സംഭവിക്കില്ല, അതിന് ട്രോമ പേഷ്യൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ എന്താണ് ആക്സിഡൻസ് ഒക്കെ പറ്റുമ്പോൾ വലിയ വീഴ്ചകളും ഭയങ്കരമായിട്ടുള്ള മുറിവുകളൊക്കെ ഇല്ല, തുറഞ്ഞു കയറുന്ന മുറിവുകള്, അങ്ങനെയുള്ള കേസസ് ഒക്കെ ട്രോമ കേസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുള്ള കെയറിങ്ങും ട്രീറ്റ്മെന്റ്സ് വാങ്ങിക്കാം. ഓക്കെ, അപ്പോ ഇത് നമ്മളുടെ ചാപ്റ്ററിലേക്ക് വരാം. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് എന്തായിരുന്നു? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്താണ് ഔട്ട് പേഷ്യന്റ് അല്ലെങ്കിൽ OPD എന്ന് പറയുന്നത്? അഡ്മിറ്റ് ആകുന്നതാണോ അഡ്മിറ്റ് ആകാത്തതാണോ? ഏതായിരുന്നു ഔട്ട് പേഷ്യന്റ്? ചോദിക്കുന്നത് പെട്ടെന്ന് തന്നെ ആൻസറുകൾ കമന്റ് ചെയ്യാം കേട്ടോ. നോട്ട് അഡ്മിറ്റഡ് എന്നാണോ? വിത്തൗട്ട് അഡ്മിറ്റഡോ എന്തൊക്കെയാണല്ലേ? ഓക്കെ, അഡ്മിറ്റഡ് ആകാത്തത് നോട്ട് അഡ്മിറ്റഡ് ആണ് അല്ലെ. ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡോക്ടറെ കാണുന്നു, ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തു, മെഡിസിൻ വാങ്ങിച്ചു, എക്സിറ്റ് ചെയ്യുന്നതാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ഇനി ഔട്ട് പേഷ്യന്റ് ലിസ്റ്റിലേക്ക് പോകണ്ട കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോ ഇൻ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ദാറ്റ് ഇസ് IPD. OPDയും IPDയും അഡ്മിറ്റ് ആക്കുന്ന കേസസുകൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആകുന്ന കേസുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് വൺ ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഈസ് IPD. ടെക്സ്റ്റ് അണ്ടർലൈൻ ചെയ്ത് പോകാട്ട് വായിക്കുമ്പോൾ IPD എന്ന് പറയുന്നത് ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പോ IPD mention the areas of hospital where patients are accommodated after being admitted based on doctor's specialist assessment. അല്ലെ, ഒരു ഡോക്ടറിന്റെയോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് മീൻസ് ഡോക്ടേഴ്സിന്റെയോ അസസ്മെന്റ് വിലയിരുത്തലിന് ശേഷം പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ആക്കുന്നു അല്ലെ. അക്കോമഡേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? അക്കോമഡേറ്റ്, അക്കോമഡേഷനും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ ഉണ്ടെന്ന് പറയും. എന്താ അക്കോമഡേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താമസിപ്പിക്കുക അല്ലെ. ഹോസ്പിറ്റലിൽ താമസിപ്പിക്കുക മീൻസ് അഡ്മിറ്റഡ് ആക്കുക, സ്റ്റേ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോ ഡോക്ടേഴ്സിനെ കണ്ടതിന് ശേഷം ഡോക്ടേഴ്സിന്റെ അസസ്മെന്റിന്, അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ഡോക്ടറെ കാണാൻ ചെന്നു, ഡോക്ടർ നമ്മളെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തു. സോ ഡോക്ടറിന്റെ ആ ഒരു അസസ്മെന്റ് അല്ലെ, വിലയിരുത്തലിന് ശേഷം പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? IPD, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുന്നത്. ഫ്രം the outpatient department, emergency services and ambulatory care. എവിടെ നിന്നൊക്കെയാണ് ഒരു പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അല്ലെ. ഇപ്പൊ ചെറിയൊരു പനിയായിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വന്നു, ഡോക്ടറെ ഒക്കെ കണ്ടു. ചിലപ്പോൾ പനി ഒട്ടും കുറയാത്തൊരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോ ഔട്ട് പേഷ്യന്റിൽ നിന്നും പേഷ്യന്റിനെ എന്ത് ചെയ്യുന്നു? അഡ്മിറ്റ് ചെയ്യുന്നു. നമ്മൾ ഔട്ട് പേഷ്യന്റിൽ ഒരു പോയിന്റ് പഠിച്ചത് ഓർക്കാനുണ്ടോ? സ്ക്രീനിങ് ടു അഡ്മിഷൻ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഔട്ട് പേഷ്യന്റില് നമ്മൾ ഒരു പോയിന്റ് വായിച്ചായിരുന്നു, സ്ക്രീനിങ് ടു അഡ്മിഷൻ. ആർക്കും ഓർമ്മയില്ല? ഒരാൾക്ക്, ജസ്റ്റിനൊക്കെ മാത്രം ഓർമ്മയുള്ളൂ, ബാക്കി ആരും ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ അതിലൊരു പോയിന്റ് വായിച്ചായിരുന്നു, സ്ക്രീനിങ് ചെയ്യുന്നതാണ്. അഡ്മിഷനിലേക്കുള്ള സ്ക്രീനിങ് ആണ് നമ്മൾ OPDയിൽ ചെയ്യുന്നത്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലെ ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ. ആർക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് നോക്കണമല്ലോ. ക്ലാസ്സിൽ ഇനി ഉറങ്ങിയണോ ക്ലാസ് കേൾക്കണോ എന്നൊക്കെ നമ്മൾ അറിയട്ടെ. ഓക്കെ, അപ്പോ ശ്രദ്ധിച്ചിരിക്കണോട്ടോ എല്ലാ ക്ലാസ്സുകളെ. അപ്പോ ഔട്ട് പേഷ്യന്റിൽ നിന്നും ഒന്നില്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്ത് ചെയ്യുന്നു?
അഡ്മിറ്റ് ചെയ്യുന്നു. മീൻസ് ഇപ്പൊ പനി എന്തെങ്കിലുമൊക്കെ കൂടുതലൊക്കെ ആണെങ്കിൽ ഈ ഡോക്ടർ നോക്കിയതിനു ശേഷം പേഷ്യന്റിനെ എന്ത് ചെയ്യും, അഡ്മിറ്റ് ചെയ്യുന്നു. ദെൻ എമർജൻസി സർവീസസ്. എമർജൻസി സർവീസസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ആക്സിഡന്റ് കേസസ് ഒക്കെ വന്നു, അപ്പോ ആ പേഷ്യന്റിന് പെട്ടെന്ന് തന്നെ ഒരു സർജറി വേണം. അപ്പൊ നമ്മൾ ആ പേഷ്യന്റിനെ എമർജൻസി സർവീസിൽ നിന്നുമാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ദെൻ ആംബുലേറ്ററി കെയർ. ആംബുലേറ്ററി കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് അഡ്മിറ്റ് ആക്കാതെയുള്ള ചികിത്സ. അതായത് നമ്മൾ ടെസ്റ്റുകളൊക്കെ നടത്തി ചിലപ്പോൾ ഒബ്സർവേഷനിലൊക്കെ കിടത്തും അല്ലെ, ചിലപ്പോ ഒന്ന് ട്രിപ്പ് ഒക്കെ ഇട്ടിട്ട് 1 മണിക്കൂറൊക്കെ പേഷ്യന്റിനെ കിടത്താറുണ്ട്. സോ ആ ഒരു അവസ്ഥയിൽ നിന്നും എന്ത് ചെയ്യുന്നു, അഡ്മിഷൻസിലോട്ട് ആക്കുന്നു, പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്നു. ഓക്കെ, ഫ്രം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി സർവീസസ് ആൻഡ് ആംബുലേറ്ററി കെയർ. ഓക്കെ, ട്രയേജ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആംബുലേറ്ററി കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഔട്ട് പേഷ്യന്റ് ബേസിസിൽ അഡ്മിറ്റ് ആക്കാതെ തന്നെ ചിലപ്പോ നമ്മൾ ഒരു മോർണിംഗ് ഡോക്ടറെ കണ്ടു, അത് കഴിയുമ്പോൾ ടെസ്റ്റുകളൊക്കെ നടത്തി, ചിലപ്പോൾ ഒന്ന് ട്രിപ്പ് ഇടാൻ പറയും, ഒരു ഉച്ചവരെ നമ്മൾ അവിടെ തന്നെ ഹോസ്പിറ്റലിലാണ്. അപ്പൊ 24 hours മേലെ വരുമ്പോഴാണ് നമ്മൾ അഡ്മിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രയേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ളൊരു എന്താ പറയാ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് ട്രയേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇൻഡോർ പേഷ്യന്റ് എന്ന് പറയുന്നത് IPD. ദെൻ നമ്മൾ പറഞ്ഞു പേഷ്യന്റിനെ ഡോക്ടേഴ്സിന്റെ വിലയിരുത്തലിന് ശേഷം നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നു ഹോസ്പിറ്റലിൽ. അത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാകാം, എമർജൻസി സർവീസസിൽ നിന്നാകാം, ഓർ ആംബുലേറ്ററി കെയർ. ദെൻ നെക്സ്റ്റ് നോക്കാം. An IPD is a part of healthcare facility or hospital where patients are admitted over 24 hours. അല്ലെ, 24 മണിക്കൂറിലധികം പേഷ്യൻസിന് നമ്മൾ അഡ്മിറ്റ് ആക്കുന്നതിനെയാണ് നമ്മൾ അഡ്മിഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇൻപേഷ്യൻ എന്ന് പറയുന്നത്. An IPD of the hospital is generally equipped with beds. അല്ലെ, നമ്മൾ അഡ്മിറ്റ് ആകുമ്പോൾ ഇപ്പൊ വാർഡുകളും മറ്റും അല്ലെങ്കിൽ റൂമുകളൊക്കെ ആയിരിക്കും അഡ്മിറ്റ് ആകുന്നത്. സോ equipped with beds, എക്യുപ്മെന്റ്സ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ബെഡുകളും അവൈലബിൾ ആണ്. ദെൻ മെഡിക്കൽ എക്യുപ്മെന്റ്സും അതുപോലെ ബെഡുകളും അവൈലബിൾ ആണ്. 24/7 അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. ഇതിന്റെ 24/7 ഉദ്ദേശിക്കുന്നത് ആഴ്ചയിലെ 7 ദിവസവും 24 hours ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും സേവനങ്ങൾ ലഭ്യമാണ് IPD-യിൽ. ഓക്കെ, ക്ലിയർ ആയോ? 24/7 ആഴ്ചയിൽ 7 ദിവസമുണ്ട്. ഈ 7 ദിവസത്തിൽ 24 hours ഡോക്ടേഴ്സ് ഉണ്ടാകാം, നഴ്സസും അവൈലബിൾ ആയിരിക്കും. നമ്മൾ നൈറ്റ് ഒക്കെ ഹോസ്പിറ്റലിലൊക്കെ എന്തെങ്കിലും എമർജൻസി കേസ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാകും ഇല്ലേ? 24 hours അവരുടെ സേവനങ്ങൾ അവിടെ ലഭ്യമാണ്. ആണോ? നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ എന്തെങ്കിലും ഇപ്പൊ കുഞ്ഞുങ്ങളെയും കൊണ്ടോ നമ്മൾ പെട്ടെന്നൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് പോകുമ്പോൾ എന്താണ്, ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും അവിടെ ഇല്ലേ? ആണോ? നമ്മൾ പോവാറുള്ളതല്ലേ? എല്ലാവരും ചെറിയ ചെറിയ അസുഖങ്ങളായിട്ടോ മറ്റും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇപ്പൊ നൈറ്റ് ചെല്ലുമ്പോൾ ഡോക്ടർ ഇല്ലാത്തൊരവസ്ഥ അവിടെ വരാറുണ്ടോ? ഇല്ല. മീൻസ് അവിടെ പേഷ്യന്റിന് വേണ്ടി 24 hours ഡോക്ടേഴ്സും നഴ്സസും സേവനമുണ്ട്. ദെൻ ലാസ്റ്റ് പോയിന്റ് നോക്കാം. The duration of stay will rely on severity of the patient's illness. Severity എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? രോഗത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ കണ്ടീഷൻസ് എന്ന് വിളിക്കാം അല്ലെ. ഒരു പേഷ്യന്റിന് ഡ്യൂറേഷൻ, അതായത് അഡ്മിറ്റ് ആക്കുന്നത് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു വാർഡിൽ അഡ്മിറ്റ് ആവുകയാണ്. ഇപ്പൊ നിങ്ങൾ അഡ്മിറ്റ് ആയി, നമ്മളുടെ തൊട്ടിപ്പുറം വേറൊരു പേഷ്യന്റ് ഉണ്ട്. ഈ സെയിം ദിവസം തന്നെയാണോ ഡിസ്ചാർജ് ചെയ്യുന്നത്? ആണോ? ആയിരിക്കോ? എല്ലാവരെയും ഒരേപോലെ ഒരേ ദിവസം അഡ്മിറ്റ് ചെയ്യുന്നു, ഒരേ ദിവസം ഡിസ്ചാർജ് ചെയ്യുന്നു, അങ്ങനെയാണോ? അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ അല്ലാത്തത്? ഓരോ പേഷ്യൻസിന്റെയും കണ്ടീഷൻസ്, ഓരോ പേഷ്യൻസിന്റെയും അസുഖം അല്ലെ, എത്രത്തോളം ട്രീറ്റ്മെന്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഇൽനെസ് ആണ് അല്ലെ. അസുഖത്തിന് മാനിച്ചുകൊണ്ടാണ് നമ്മൾ ആ പേഷ്യൻസിന് എത്ര ദിവസം അവിടെ അഡ്മിറ്റ് ആക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ചില പേഷ്യൻസിന് ചിലപ്പോൾ ഒരു 3 ദിവസം സ്റ്റേ മതിയായിരിക്കാം, അല്ലെങ്കിൽ 5 days ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ 7 days. ഓരോ രോഗിയുടെയും ആ രോഗത്തിന്റെ ട്രീറ്റ്മെന്റ്സിന്റെ അനുസരിച്ച് അല്ലെങ്കിൽ സെവറിറ്റി, രോഗിയുടെ കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് എത്ര ദിവസമാണ് ഡ്യൂറേഷൻ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇൻ പേഷ്യന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡോക്ടേഴ്സിന്റെ അസസ്മെന്റിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു. ദെൻ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാകാം അല്ലെങ്കിൽ എമർജൻസി സർവീസസിൽ നിന്നോ.
ദെൻ ആംബുലേറ്ററി കെയറിൽ നിന്നോ ആണ് പേഷ്യൻസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞത് IPD എന്ന് പറയുമ്പോൾ 24 അവേഴ്സിൽ കൂടുതൽ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആകുന്നതിനെയാണ്. ദെൻ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റഡ് ആകുമ്പോൾ മെഡിക്കൽ എക്യുപ്മെന്റ്സും ദെൻ വിത്ത് ബെഡ്സും അവൈലബിൾ ആണ്. അതുപോലെ അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് 24/7 അല്ലെ, ആഴ്ചയിലെ 7 ദിവസവും 24 അവേഴ്സ് ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും സേവനം ലഭ്യമാണ്. ദെൻ ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞത് നമ്മൾ ഒരു പേഷ്യന്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്ര ദിവസം അഡ്മിറ്റ് ആക്കണം എന്ന് തീരുമാനിക്കുന്നത് പേഷ്യന്റിന്റെ രോഗത്തിന്റെ അവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. ചിലപ്പോൾ 3 ദിവസമാകാം, 1 വീക്ക് ആകാം, അല്ലെങ്കിൽ 5 days ആകാം. അത് തീരുമാനിക്കുന്നത് പേഷ്യൻസിന്റെ രോഗത്തിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും. ക്ലിയർ ആണോ? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഔട്ട്ലൈൻ കിട്ടിയോ? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് മാക്സിമം നിങ്ങളുടെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ കണക്ട് ചെയ്തിട്ട് പറയുന്നത് കേട്ടോ. നമുക്ക് ഒരേ തിയററ്റിക്കൽ മെത്തേഡിൽ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നവരാണല്ലോ അല്ലേ? നമുക്ക് നമ്മുടെ അനുഭവങ്ങളായിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട് പോകാം. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനും അത് ഗ്രഹിക്കാനും സിമ്പിൾ ആയിരിക്കും. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? അപ്പോ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് അഡ്മിഷൻ? എന്താണ് അഡ്മിഷൻ? അഡ്മിറ്റ് ചെയ്യുന്നു നമ്മൾ പറയുമല്ലോ. അപ്പോ എന്താണ് അഡ്മിഷൻ? ചെറിയൊരു ഡെഫിനിഷൻ പോലെയാണേ. നോക്കാം. It means allowing a client to stay in the hospital for observation, investigation and treatment of diseases he is suffering from. Underline ചെയ്യാട്ടോ. ഡെഫിനിഷൻ ആണ് എക്സാമിന് ചോദിക്കാം. അഡ്മിഷൻ എന്ന് പറയുന്നത് allowing a client to stay in the hospital അല്ലെ, ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിനെ തുടരാനായിട്ട് അനുവദിക്കുക. എന്തിനു വേണ്ടി? ഫോർ ഒബ്സർവേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, നിരീക്ഷണത്തിനും അന്വേഷണത്തിനും, ദെൻ ഡിസീസസ് അല്ലെ, അവൻ അനുഭവിക്കുന്ന അസുഖത്തിന്റെ ട്രീറ്റ്മെന്റിനും അന്വേഷണത്തിനും നിരീക്ഷണത്തിനും വേണ്ടി ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ തുടരാൻ അനുവദിക്കുക. അതായത് സ്റ്റേ ചെയ്യാനാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റേ ചെയ്യുന്നത്? ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് അല്ലെ. പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ടും തുടർ അന്വേഷണങ്ങൾക്കും അതുപോലെ തന്നെ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെ, മീൻസ് അന്വേഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വേണ്ടിയിട്ട് ആ പേഷ്യന്റിനെ ആ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാനായിട്ട് അനുവദിക്കുക. അതിനെയാണ് എന്ത് വിളിക്കുക? അഡ്മിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അഡ്മിഷൻ. ഓക്കെ, എന്താണ് അഡ്മിഷൻ എന്ന് ക്ലിയർ ആണോ? അഡ്മിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ അവിടെ അഡ്മിറ്റ് ആകുന്നതാണ് അല്ലെ. നമ്മൾ സ്റ്റേ ചെയ്യാനാണ് ഹോസ്പിറ്റലിൽ. എന്തിനു വേണ്ടി സ്റ്റേ ചെയ്യുന്നു? പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന്, അതുപോലെ ഒബ്സർവേഷനും മറ്റ് അന്വേഷണങ്ങൾക്ക്. അന്വേഷണങ്ങൾ എന്ന് പറയുമ്പോൾ ടെസ്റ്റുകളാകാം, എക്സ്റേ വരാം, സ്കാനിങ് വരാം, ടെസ്റ്റ് റിപ്പോർട്ടുകളും അല്ലെ. ഇതിനെല്ലാം വേണ്ടിയിട്ട് ഒരു പേഷ്യന്റിന് നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക? അഡ്മിഷൻ എന്ന് വിളിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ അല്ലെ. അപ്പോ നമ്മൾ ഇങ്ങനെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന്, എന്തൊക്കെയായിരിക്കാം പർപ്പസ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ അഡ്മിറ്റ് ആക്കാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് മെഡിസിൻ തന്ന് ഡോക്ടറിന്റെ വീട്ടിലേക്ക് വിട്ടാൽ പോരെ? എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ അഡ്മിറ്റ് ചെയ്യുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? എന്തിനു വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും? ആലോചിച്ച് നോക്കി. ആൻസർ എന്നിട്ട് പെട്ടെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ്സ് നോക്കണ്ട, നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കാം അല്ലെ. ബെറ്റർ കെയർ. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയണം, ക്ലിയർ ആയില്ല. അതായത് പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന്.
എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാകുമല്ലോ. വെറുതെ ചുമ്മാ നമ്മളൊരു പേഷ്യന്റിനെ പിടിച്ച് അഡ്മിറ്റ് ചെയ്യോ? ഇല്ല അല്ലെ? അപ്പോ എന്തൊക്കെയാണ്? കുറച്ച് പേരുടെ ആൻസർ പറഞ്ഞു തുടങ്ങി കേട്ടോ. മോർ ഫെസിലിറ്റി, ട്രീറ്റ്മെന്റ്സ്, ഓക്കെ, ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. ഇന്റൻസിറ്റി ഓഫ് ഡിസീസ്, ഓക്കെ, ഡയഗ്നോസിസ്, ടെസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാം. കീൻ ഒബ്സർവേഷന് വേണ്ടിയിട്ട്, ഓക്കെ. വേറെ എന്തൊക്കെയാണ്? നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ തെറ്റിപ്പോകുന്നു വിചാരിച്ചിട്ട് പറയാതിരിക്കേണ്ട, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇഞ്ചക്ഷൻസ്, ചിലപ്പോൾ ആന്റിബയോട്ടിക്സുകളൊക്കെ ഉണ്ടാകാം. രോഗം അറിഞ്ഞ് ചികിത്സിക്കാനായിട്ട്. ദെൻ ക്രിട്ടിക്കലിലേക്ക് പോകാനുള്ളവർ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്സുകൾ കൊടുക്കാം. ബെറ്റർ റിസൾട്ട്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ശരിയാണ് കേട്ടോ. എല്ലാവരും പറഞ്ഞ പോയിന്റ്സുകൾ ശരിയാണ്. നിങ്ങൾ അഭിപ്രായം പറയുമ്പോൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. കമന്റ് ചെയ്യണല്ലേ. ഇനിയിപ്പോ ഞാൻ കമന്റ് ചെയ്തത് തെറ്റിപ്പോകുമോ എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട കേട്ടോ. അങ്ങനെയൊന്നുമില്ല. പറയാനുള്ളത് നിങ്ങൾ പറയുക. ഓക്കെ, തെറ്റിപ്പോകുന്നുള്ളൊരു ഇതൊന്നുമില്ല. നമുക്ക് പറയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണ് തരുന്നത്. മീൻസ് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് അത്ര മീൻസ് നിങ്ങൾ ചെയ്തെടുക്കാൻ പറ്റില്ല. സോ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ അത് കമന്റ് ചെയ്യാൻ പറയുന്നതൊക്കെ റിപ്ലൈ ഒക്കെ തരാം ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ. ഓക്കെ, അപ്പൊ പർപ്പസിലേക്ക് പോകാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആണോ നോക്കാം. പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ, എന്തൊക്കെയാണ് അഡ്മിഷന്റെ പർപ്പസ് നോക്കാം. ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കെയർ, അല്ലെ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ മീൻസ് പെട്ടെന്നുള്ള ഒരു പരിചരണം ലഭിക്കുക. ദെൻ സെക്കൻഡ് വൺ, ടു പ്രൊവൈഡ് കംഫോർട്ട് ആൻഡ് സേഫ്റ്റി ടു ദ പേഷ്യന്റ്, പേഷ്യന്റിന് കംഫോർട്ട് ആക്കാനും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും. ആരോ കമന്റ് ആൻസർ പറഞ്ഞായിരുന്നു, സേഫ്റ്റി, കംഫോർട്ട് ആക്കാനും പേഷ്യന്റിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ടു റിസീവ് patient in ward for admission as per his condition, അല്ലെ, അതായത് രോഗിയുടെ രോഗാവസ്ഥയെ അനുസരിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ, അല്ലെ, അഡ്മിറ്റ് ആക്കാനായിട്ട്, അതായത് വാർഡിൽ അഡ്മിറ്റ് ചെയ്യുന്നു പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച്. നമ്മൾ പറഞ്ഞു ചിലപ്പോൾ ക്രിട്ടിക്കൽ ആയിട്ട് ആരോ ഒരാൾ കമന്റ് ചെയ്തായിരുന്നു, ക്രിട്ടിക്കൽ ആകുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, വാർഡിൽ അഡ്മിഷൻ എടുക്കുന്നു. ഓക്കെ, അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ആള് ക്രിട്ടിക്കൽ ലെവലിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്. ദെൻ ടു ബി റെഡി ഫോർ ആൻ എമർജൻസി, അല്ലെ, ഒരു എമർജൻസിക്ക് അടിയന്തര സാഹചര്യത്തിൽ തയ്യാറാകുക. അതായത് എക്സാമ്പിൾ പറയണമെങ്കിൽ സർജറി ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെ, നമ്മൾ സർജറി ഒക്കെ നടത്തുകയാണെങ്കിൽ അതിന് സർജറിക്ക് മുന്നേ എത്ര ദിവസം മുന്നേ അഡ്മിറ്റ് ആകാൻ പറയാറുണ്ടോ? അല്ലെങ്കിൽ കൃത്യസമയത്ത് സർജറിക്ക് വന്നാൽ മതി എന്നാണോ പേഷ്യന്റിനോട് പറയാറ്? ഇങ്ങനെയാ പറയുന്നത്. നമ്മള് ഓൾറെഡി ചിലപ്പോ ഒരു 3 days 4 days മുന്നോ അഡ്മിറ്റ് ആകണം. അഡ്മിറ്റ് ആയതിനു ശേഷം ചിലപ്പോ ഫുൾ ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. മീൻസ് സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ആക്കും പേഷ്യൻസിന്, അല്ലെ. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ടു ബി റെഡി ഫോർ ആൻ എമർജൻസി. എമർജൻസി കേസസിന് വേണ്ടിയിട്ട് പേഷ്യന്റിനെ നമ്മൾ റെഡി ആക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ അടുത്ത പോയിന്റ്, to obtain information about client so as to establish a therapeutic nurse-patient relationship. അല്ലെ, അതായത് ക്ലയൻസിനെ കുറിച്ച്, ക്ലയന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റ് ആണ് കേട്ടോ. പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ അറിയാനും ട്രീറ്റ്മെന്റ്സിനും വേണ്ടിയിട്ടും, അതുപോലെ തന്നെ എന്താണ് പേഷ്യന്റ് നേഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ്, അവിടെ കുറച്ചും കൂടി ചികിത്സാപരമായിട്ടുള്ള ഒരു നേഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ് ലഭിക്കുന്നതിനും, അതുപോലെ തന്നെ എന്താണ് പേഷ്യൻസിന്റെ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. അതായത് കൂടുതൽ ഇപ്പോ എന്തെങ്കിലും അസുഖമൊക്കെ അത് കണ്ടുപിടിക്കാനും മറ്റുമായിട്ട് പേഷ്യൻസിനെ കുറിച്ച് എസ്റ്റാബ്ലിഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്ഥാപിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. ഒരു ബന്ധം, തെറാപ്റ്റിക്, മറ്റേതെല്ലാം തെറാപ്റ്റിക് ആയിട്ടുള്ള ചികിത്സാപരമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് പേഷ്യന്റ് നേഴ്സും തമ്മിൽ. ഓക്കെ, ചികിത്സാപരമായിട്ടുള്ള ഒരു ബന്ധം. ഓക്കെ, then to involve a patient and family in care, അല്ലെ, ഇൻവോൾവ് ചെയ്യാണ് മീൻസ് ഉൾപ്പെടുത്തുക, പേഷ്യൻസിനെയും പേഷ്യന്റിന്റെ ഫാമിലിയെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുക, അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ബൈസ്റ്റാൻഡർ ഒക്കെ ഉണ്ടാകും, അല്ലെ. അപ്പൊ അവരെയും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക. ടു അസിസ്റ്റ്, ലാസ്റ്റ് വൺ, ടു അസിസ്റ്റ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ. അതുപോലെ തന്നെ പേഷ്യന്റിനെയും
പേഷ്യന്റിന്റെ ഫാമിലിയെയും പരിചരണത്തിൽ അസിസ്റ്റ് ചെയ്യുവാന്ന്. നഴ്സസ് ഒക്കെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യും, ഒത്തിരി ഹെൽപ്പ് ഒക്കെ ചെയ്യാറുണ്ട് ഇല്ലേ? അപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് പേഷ്യന്റിന്റെയും പേഷ്യന്റിന്റെ ഫാമിലി ആയിട്ടുള്ളത് ഇൻവോൾവ് ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് അഡ്മിഷൻ പ്രൊസീജിയറിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. എന്താണ് അഡ്മിഷൻ എന്ന് ആദ്യം വായിക്കാം, ഡെഫിനേഷൻ വായിക്കാം, ദെൻ പർപ്പസ് വായിക്കാം. പർപ്പസ് പോയിന്റുകളാണ്, ആ പോയിന്റുകൾ അതുപോലെ തന്നെ പഠിച്ചാൽ മതി. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിൾ ആക്കിയാണ് തന്നിരിക്കുന്നത്, അത് മനസ്സിലാക്കി പഠിക്കാം. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. നമ്മൾ മലയാളത്തിൽ തന്നെ മനസ്സിലാക്കി നമ്മൾ ക്ലാസ് എടുക്കുന്ന ആ ഒരു രീതിയിൽ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നവര് ബൈ ഹാർട്ട് ചെയ്യുക. ഇനി എല്ലാവർക്കും അത് പ്രായോഗികമാകണമെന്നില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കി പഠിക്കാം. അഡ്മിഷൻ വായിക്കുക, ദെൻ പർപ്പസ് ഓഫ് അഡ്മിഷനും വായിക്കുക കേട്ടോ. Complete ചെയ്തോ? What is admission and the purpose of admission procedure? Okay. Then നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് 12 മണി വരെ ക്ലാസ് ഉള്ളൂ. ടെക്നിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് കാരണം 12 മണി വരെ ഇന്ന് ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോ പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ വരെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുവരെ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിലായിരിക്കും അടുത്ത സെക്ഷൻ എടുക്കുന്നത്. ഓക്കെ, എടുത്തത്രയും ക്ലിയർ ആണോ? ഇത് നമ്മൾ ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ട്, ഇൻപേഷ്യൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. അത്രയും ഓക്കെ ആണ് എല്ലാവർക്കും? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ഇനി അടുത്ത സെക്ഷൻ എടുക്കുന്നത് കേട്ടോ. ഡൗട്ട്സ് ഉള്ളത് അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.